ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്യഭാഷ അല്ലെങ്കിൽ മറുഭാഷ, ഭാഷാവരം, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചത്. 4-ാം വാക്യം മുതൽ നമ്മൾ വീണ്ടും വായിച്ച് മുന്നോട്ട് പോവുക. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് അവർക്ക് പ്രഘോഷിക്കാൻ വരം കൊടുത്തതനുസരിച്ച് അവർ മറുഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. വളരെ വ്യക്തമായിട്ട് ഇവിടെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചും പെന്തക്കോസ്തായിൽ ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവർ പരസ്പരം പരിശുദ്ധാത്മാവിൽ നിറയുന്നത് കാണുന്നു, അവരുടെ ശിരസിൽ അഗ്നിനാവ് നിൽക്കുന്നത് കാണുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചു. പരസ്പരം അധികാരത്തിൻ്റെ ചിഹ്നവും പെന്തക്കോസ്തായിൽ പ്രഘോഷിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും എല്ലാം അവർക്കൊരു ബോധ്യം കിട്ടി. ആ ആത്മാവ് അവരെ പ്രഘോഷിക്കാനുള്ള വരം കൊടുത്തതനുസരിച്ച് അവർ മറുഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ആരെങ്കിലും മറുഭാഷയെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ അന്യഭാഷയെക്കുറിച്ച് പറയുമ്പം എല്ലാവരും പരസ്പരം കളിയാക്കുന്ന, പ്രത്യേകിച്ച് ഭാഷാവരത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞാൻ പല വീഡിയോയിലും ദർശിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഭാഷാവരത്തെ കളിയാക്കുന്ന, പ്രത്യേകിച്ച് വളരെ മൃഗീയമായ രീതിയിൽ അതിനെ ട്രോള് ചെയ്യുന്ന അനേക വ്യക്തികൾ. ഒരുപക്ഷെ അറിവില്ലാത്തവരൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ക്രിസ്തീയ വിശ്വാസികളുടെ പേരുകളാണ് ഇത്തരം അന്യഭാഷയെക്കുറിച്ചുള്ള ആ ട്രോളുകളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ കാണുന്നത്. പലരും യോഹന്നാന്മാരും യാക്കോബന്മാരും പത്രോസന്മാരും ഇങ്ങനെ ക്രിസ്തീയ നാമധാരികളൊക്കെയാണെന്നുള്ളത് വളരെ സങ്കടകരമായൊരു വിഷയമാണ്. കാരണം അന്യഭാഷ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, ഏതെങ്കിലും ഒരു ഡിനോമിനേഷനുള്ളതല്ല, ഇന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്കുള്ളതല്ല. ഇത് അപ്പസ്തോലികമാണ്, അപ്പസ്തോലന്മാർക്കുണ്ടായ കാര്യമാണ്. ഇത് ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ദൈവിക വരമാണ് എന്ന് അപ്പസ്തോലന്മാരായ പൗലോസ് കൃത്യമായിട്ട് പറയുന്നു. ഭാഷാവരത്തെക്കുറിച്ച് സഭയിൽ അപ്പസ്തോലന്മാരുടെ ആ ഗണത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പ്രബോധകന്മാരെയൊക്കെ കുറിച്ച് പറഞ്ഞ് അവിടെയും ഭാഷാവരത്തെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയും ഭാഷാവരത്തെക്കുറിച്ച് പറഞ്ഞു. ദൂതന്മാരുടെ ഭാഷയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊരിന്ത്യർ ലേഖനത്തിൽ അതിൻ്റെ 13-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ യാതൊന്നുമില്ല. അതായത് ഏത് ഭാഷാവരം, ഏതൊക്കെ വരത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇതെല്ലാം ചെയ്താലും നിങ്ങൾക്ക് ദൈവത്തെ അറിയാത്ത സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഭാഷാവരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇനി അപ്പസ്തോല പ്രവൃത്തിയിൽ കാണുന്ന ഭാഷാവരം എന്താണ്? ഇന്ന് നമ്മളിലുള്ള ഭാഷാവരങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസികളിൽ കടന്നു വരുന്ന ഭാഷാവരം എന്താണ്? ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഭാഷാവരം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഭാഷാവരം വരാതിരിക്കുക അല്ലെങ്കിൽ ഭാഷാവരം വന്നാലേ പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരുവന് ഭാഷാവരവും മറ്റൊരുവന് ചിലപ്പോൾ പ്രവചനപരവും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന് കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 14-ാം അധ്യായം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അപ്പസ്തോലന്മാരുടെ മേൽ വന്ന ഭാഷാവരത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് 5-ാം വാക്യം മുതൽ ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്നും ഭക്തരായ യഹൂദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വ്യക്തമായിട്ട് ഈ ആകാശത്തിന് കീഴിലുള്ള എല്ലാ യഹൂദരും അവിടെ വരണമെന്ന് വ്യക്തമായ കൽപ്പനയുള്ള ദിവസമാണ് പെന്തക്കോസ്ത് ദിനം. വിവിധ ദേശങ്ങളിൽ ചിതറിപ്പാർക്കുന്ന സകല യഹൂദരും നീ ആകാശത്തിന് കീഴിൽ എവിടെ ആയിരുന്നാലും ഇവിടെ വരണമെന്ന് നിർബന്ധമുള്ള നിയമമുള്ള ദിവസമാണെന്ന് ലൂക്ക നമ്മളോട് പറയുകയാണ്. ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്ന് ഭക്തരായ യഹൂദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ദിനം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഇത് യഹൂദരോട് പ്രഖ്യാപിക്കപ്പെടേണ്ട ദിവസമാണ്. നാളെ മിശിഹായെ എനിക്ക് അറിയില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ ആർക്കും ഒഴിവുകഴിവില്ലാത്തൊരു ദിവസമാണിത്. അതുകൊണ്ടാണ് അവർ മുഴുവൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദിനത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമുണ്ടാകുന്നത്. ആ ശബ്ദമുണ്ടായപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുകയും താങ്കളുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരയ്ക്കുകയും പരിഭ്രമിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ. ഗലീലിയർക്ക് പ്രത്യേകമായൊരു സ്ലാങ് ഉണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ ഒരു ഭാഷാശൈലി ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഭാഷയിൽ നിന്നും വിഭിന്നമായി ഓരോ സ്ഥലത്തു നിന്ന് വന്നവർ അവർ പ്രാദേശികമായി സംസാരിക്കുന്ന ഭാഷയിൽ അവർ കേൾക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലുള്ളവൻ തമിഴിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ തമിഴിൽ കേൾക്കുന്നു. ഞാൻ പറയുന്ന മലയാള ഭാഷ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുക, എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ മലയാളം പറയുമ്പം തമിഴ്നാട്ടിലുള്ളവൻ അത് തമിഴിൽ കേൾക്കുന്നു, കർണാടകയിലുള്ളവൻ കന്നഡയിൽ കേൾക്കുന്നു, ആന്ധ്രയിലുള്ളവൻ അവൻ്റെ ഭാഷയിൽ കേൾക്കുന്നു, കന്നഡയിൽ, തെലുങ്കിൽ, തുളുവിൽ, ഉറുദുവിൽ, ഇങ്ങനെ വിവിധമായ സ്ഥലങ്ങളിൽ വിവിധമായ ദേശങ്ങളിൽ അവരവരുടെ ഭാഷയിൽ അവർ കേട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള വിശുദ്ധനായ പാതിര പിയോ
സഭ വളരെ ബഹുമാനത്തോട് കാണുന്ന പാതിരി അബിയോയ്ക്ക് ഈ ഒരു വരം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിപ്പിക്കുമ്പം ലാറ്റിൻ മാത്രമാണ് അദ്ദേഹത്തിന് പറയാനും സംസാരിക്കാനും കേൾക്കുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു ഭാഷ എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത്. മറ്റൊരു ഭാഷ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിവിധ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദേശീയരായിട്ടുള്ള തീർത്ഥാടകർ അവരവരുടെ ഭാഷയിൽ പാതിരപ്പയോട് പാപങ്ങൾ ഏറ്റുപറയുകയും അതേ ഭാഷയിൽ അവർക്ക് മറുപടി കൊടുക്കുകയും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. പാതിരപ്പയുടെ പേര് നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് പാതിരപ്പയുടെ എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് ആ വിശുദ്ധൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഇന്നത്തെ കഥകളും മറ്റു കാര്യങ്ങളും എല്ലാത്തിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ ആ പേര് ജസ്റ്റ് ഒന്ന് പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനൊരു വരം ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിൽ വിശുദ്ധനായി ആദരിക്കപ്പെടുന്ന, സഭ അംഗീകരിക്കപ്പെടുന്ന ഒരാളിൽ ഇതേ വരം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് മറ്റാർക്കും അന്യമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് അത് താല്പര്യമില്ലാത്തൊരു വിഷയമാകരുത്. എല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ് ഭാഷാവരം, അല്ലെങ്കിൽ എല്ലാ ഭാഷയിലും സംസാരിക്കാനുള്ള ഒരു മേഖല. ഇത് പഠിച്ചത് കൊണ്ടല്ല, അറിവുള്ളത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ അവർക്ക് അവരുടെ ഭാഷയിൽ കേൾക്കുന്ന ഒരു വരമുണ്ട്. മാത്രമല്ല ദൈവത്തോട് സംസാരിക്കുന്ന ദൂതന്മാരുടെ ഭാഷയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ കേൾക്കുന്നത് എങ്ങനെ? പാർത്തിയക്കാർ, മേദിയക്കാർ, ഏലോമിയക്കാർ, മെസ്സപ്പൊട്ടോമിയക്കാർ, യൂദായിലും കപ്പദോക്കിയയിലും പൊന്തിഫസിലും ഏഷ്യയിലും താമസിക്കുന്നവർ, ഫ്രീജിയയിൽ, പാംഫീലിയയിൽ, ഈജിപ്തിൽ, സൈറസിൽ, ലിബിയ പ്രദേശത്ത് നിവസിക്കുന്നവരും, റോമായിൽ നിന്നുള്ള സന്ദർശകരും, യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും, ക്രേത്യരും അറേബ്യരുമായ നാം ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മുടെ ഭാഷയിൽ കേൾക്കുന്നു. ഇവിടെ അത്ഭുതകരമായി 15 ദേശക്കാരെ, 15 ഭാഷക്കാരെയാണ് പറയുന്നത്. റോമിൻ്റെയും ഇറാൻ്റെയും, അതായത് ഇന്നത്തെ റോമിൻ്റെയും ഇറാൻ്റെയും ഇടയിലുള്ള വിവിധങ്ങളായ 15ഓളം ഭാഷയിൽ സംസാരിക്കുന്ന 15 രാജ്യക്കാരുടെ പേരുകൾ ഇവിടെ വ്യക്തമായി ലൂക്കാ സുവിശേഷകൻ എഴുതി വെക്കുകയാണ്. ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ 15 ഭാഷ സംസാരിക്കുന്ന ആളുകളും അവർ സംസാരിക്കുന്ന ഗലീലിയ ഭാഷ മാത്രം അറിയാവുന്നവർ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് അമ്പരന്ന് അത്ഭുതകരമായി അവർ വിസ്മയഭരിതരായി നിന്നു എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. എന്നാൽ ഈ ഒരു കൂട്ടർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അമ്പരന്ന് അത്ഭുതത്തോടെ അതിശയത്തോടെ നിന്നവർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. അവർ പരസ്പരം പരിഭ്രമിക്കുകയും അമ്പരന്ന് നിൽക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ, എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞ് കുടിച്ചുകൊണ്ട് ലഹരി പിടിച്ചവരാണ് ഇവരെന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കിയവരുമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഈ 2 കൂട്ടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാവരത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിനെ ട്രോളുമ്പോൾ, കളിയാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. അന്നും 2 തരം ആളുകളുണ്ടായിരുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ വൻ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ കണ്ട് പരിഹസിച്ചവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അന്നും അമ്പരന്ന് അത്ഭുതത്തോടെ അതിശയത്തോടെ നിന്ന ആളുകൾ അതിനെ വിശ്വാസത്തോടെ കണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് അത്ഭുതപ്പെട്ടവർ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഈ 2 കൂട്ടർ അന്നുമുണ്ട്. അത്ഭുതപ്പെടുന്നവരുമുണ്ട്, പരിഹസിക്കുന്നവരുമുണ്ട്. നമ്മൾ ഏത് കൂട്ടത്തിലാണ് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. ഞാൻ ഇന്ന് അത്ഭുതപ്പെടുന്ന, അമ്പരക്കുന്ന, വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം വാതിൽ തുറന്ന വിശ്വാസിയുടെ തലത്തിലാണോ, അതെയോ അവിശ്വാസിയുടെ, അതായത് അവരെ കളിയാക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനെതിരെ സംസാരിക്കുന്ന, പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രനെതിരെ സംസാരിച്ചാൽ പോലും അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചാൽ, പരിശുദ്ധാത്മാവിനെതിരെ സംസാരിച്ചാൽ, നീ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ നിനക്കൊരു പാപക്ഷമയില്ല. യാതൊരു സമയത്തും നിനക്കൊരു പാപക്ഷമയില്ല. അതായത് നിയമത്തിൻ്റെ യുഗത്തിലോ കൃപായുഗത്തിലോ പാപക്ഷമയില്ലാത്തൊരു കാര്യമാണ്. നിയമത്തിൻ്റെ യുഗത്തിൽ പാപപരിഹാരം ചെയ്തൊരു ക്ഷമയുണ്ടെങ്കിൽ ആ ക്ഷമ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അത് മനുഷ്യപുത്രനെതിരെ പറഞ്ഞാൽ പോലും, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവരോട് പോലും ദൈവം കരുണ കാണിക്കും. കാരണം അത് നിയമത്തിൻ്റെ യുഗത്തിൽ യേശുക്രിസ്തുവിനെതിരെ, മനുഷ്യപുത്രനെതിരെ പറയുന്നത്. എന്നാൽ ആ യുഗത്തിലും ഇന്ന് കൃപായുഗത്തിലായിരിക്കുന്ന നമ്മളോടും കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം യാതൊരു വിധത്തിലും ക്ഷമിക്കപ്പെടത്തില്ല, ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യപ്പെടത്തില്ല. നിനക്ക് തിരിച്ചു വരാനൊരു വഴി പോലും ഇല്ലാത്ത രീതിയിൽ അടയപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് ഭാഷാവരത്തെ പരിഹസിക്കേണ്ട ഒരു കാര്യമല്ല.
വിവിധമായ രീതിയിലുള്ള ഭാഷാവരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രധാനമായും 3 വിധത്തിലുള്ള ഭാഷാവരങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഇവിടെ അപ്പസ്തോലന്മാർ പറഞ്ഞ, അതായത് ഒരുവൻ അവൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു, എന്നാൽ കേൾക്കുന്നവൻ കേൾക്കുന്ന തരത്തിൽ അവനവന് ഏത് ഭാഷയാണോ അറിയാവുന്നത് ആ ഭാഷയിൽ കേൾക്കുന്ന തരത്തിൽ അവൻ്റെ ചെവിയെ തുറക്കുന്ന, അവൻ്റെ ഹൃദയത്തെ തുറക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുള്ള ഒരു ഭാഷാവരമുണ്ട്. ഇനി 1 കൊരിന്ത്യർ അതിൻ്റെ 14 അധ്യായം അതിൻ്റെ 2-ാം വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, പ്രത്യുത ദൈവത്തോടാണ് സംസാരിക്കുന്നത്, ആരും അവനെ ഗ്രഹിക്കുന്നില്ല, കാരണം അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. അന്യഭാഷയിലാണ് സംസാരിക്കുന്നത്, എന്നാൽ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അവൻ ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് യാതൊരു വിധത്തിലും ഒരു മനുഷ്യനും മനസ്സിലാകുന്നില്ല. കാരണം അവൻ സംസാരിക്കുന്ന രഹസ്യങ്ങളാണ്, അവൻ സംസാരിക്കുന്നത് ദൈവത്തോട് മാത്രമാണ്. അവനൊരു പക്ഷേ അവൻ്റെ ആത്മകഥമായിരിക്കും പറയുന്നത്, അവൻ്റെ വേദനകളും ദുഃഖങ്ങളുമായിരിക്കും പറയുന്നത്, അവൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളായിരിക്കും പറയുന്നത്, ആത്മാവായിരിക്കും അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഈ മനുഷ്യനും ദൈവത്തിനും മാത്രമേ അറിയുന്നുള്ളൂ, വേറെ ആർക്കും ഈ ഭാഷ അറിയത്തില്ല. സാത്താന് പോലും ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം അവൻ മനുഷ്യനോടല്ല, മനുഷ്യനത് മനസ്സിലാകുന്നില്ല, പുറത്ത് നിൽക്കുന്നവനത് കേൾക്കുകയോ തിരിച്ചറിയുകയോ അതിനെക്കുറിച്ച് ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. പകരം ദൈവത്തോട് രഹസ്യങ്ങൾ സംസാരിക്കുന്നവൻ, ദൈവത്തോട് രഹസ്യങ്ങൾ സംസാരിക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള ഭാഷയാണ് ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നത്. കാരണം അവൻ സംസാരിക്കുന്നത് കേൾവിക്കാരന് മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവന് യാതൊരു വിധത്തിലും ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന ചില ഭാഷകളായിരിക്കാം, ചില വാക്കുകളായിരിക്കാം, കണ്ടിന്യൂസ്ലി സംസാരിക്കുന്ന ചില വാക്കുകൾ, തുടരെ സംസാരിക്കുന്ന ചില വാക്കുകളായിരിക്കാം. അത് കേൾവിക്കാരന് യാതൊരു വിധത്തിലും ഒരു അർത്ഥവ്യതിയാനമോ ഒരു ശബ്ദത്തിൻ്റെ ഒരു മലിനമല്ലാതെ യാതൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അവൻ സംസാരിക്കുന്നത് ദൈവത്തോടാണ്. ഇങ്ങനെയും ഒരു ഭാഷാവരമുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നത്. ഈ ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ നമ്മളിൽ ഒരുപക്ഷെ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അവൻ്റെ ആത്മാവിൻ്റെ ഇംഗിതം ദൈവത്തോട് സംസാരിക്കുകയാണ്, രഹസ്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഇതിനെ കളിയാക്കരുത് എന്ന് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. കാരണം ഇത് ഒരുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തോട് സംസാരിക്കുന്നവനെ പുറമേ നിന്ന് മറ്റൊരുവൻ കളിയാക്കുമ്പോൾ, മറ്റൊരുവൻ അതിനെ അവഹേളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെയാണ് നിങ്ങൾ പാപം ചെയ്യുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോസ്തലൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുവന് ഭാഷാവരം മാത്രമാണ് ഉള്ളതെങ്കിൽ അത് സഭയ്ക്ക് യാതൊരുവിധ ഉന്നമനവും ഉണ്ടാക്കത്തില്ല. കാരണം കേൾവിക്കാരന് യാതൊരുവിധ കാര്യവുമില്ല, അവന് അത് അവിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ അലോസരത്തിലേക്കോ കൊണ്ടുപോകും. അതുകൊണ്ട് ഭാഷാവരം ഉള്ളവൻ അതിൻ്റെ വ്യാഖ്യാനപരവും കണ്ടെത്തണം എന്നുള്ളത്. അപ്പോൾ ഭാഷയ്ക്ക് ഒരു വ്യാഖ്യാനമുണ്ട്. ആ ഭാഷയ്ക്ക് അത് 3-ാമത്തെ ഒരു തലം, അതായത് ഭാഷാവരവും അതിനൊരു വ്യാഖ്യാനവും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവനാണെങ്കിൽ ഭാഷാപരത്തിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ആ ഭാഷയുടെ അർത്ഥം എന്തെന്ന് വ്യാഖ്യാനം, ദൈവിക രഹസ്യങ്ങൾ, ഒരുപക്ഷെ പ്രവചനങ്ങളായിരിക്കാം, ഒരുപക്ഷെ പ്രബോധനങ്ങളായിരിക്കാം, ഒരുപക്ഷെ മുൻപ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സാത്താൻ്റെ കെട്ടുകളെക്കുറിച്ചോ ദൈവം ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങൾ അവൻ ഇന്നും കെട്ടുകളായി ബന്ധനങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചില ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പാടുകളായിരിക്കാം. എന്നാൽ അതിന് വ്യാഖ്യാനിച്ചു കൊടുക്കാനും കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വരം ഒരുവൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഈ 3-ാമത്തെ തരത്തിൽ അത് കേൾവിക്കാരന് പോലും പ്രചോദനവും വിശ്വാസവും ശക്തിയും ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് ദൈവത്തിന് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മളിവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബാബേൽ ഗോപുരം നിർമ്മിക്കുന്ന ഒരു മേഖല. ഒരു കാലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് ജനം മുഴുവൻ ചിന്നിച്ചിതറിപ്പോയി, ഒരുവൻ പോലും ഇല്ലാതെ തകർന്നു പോയതൊരവസ്ഥ. കാരണം പാപം പെരുകി കഴിഞ്ഞപ്പം ദൈവം വെള്ളപ്പൊക്കം കൊണ്ട് ആ ഭൂമിയെ നശിപ്പിച്ചു. എന്നാൽ വെള്ളപ്പൊക്കത്തിൻ്റെ അനന്തരം ദൈവം തൻ്റെ നോഹയോടും മക്കളോടും പറഞ്ഞു, നിങ്ങൾ പെരുകണം, ഭൂമിയെ കീഴടക്കണം, സകല ഭൂമിയുടെയും വിവിധ ദേശങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം, നിങ്ങൾ ഭൂമിയുടെ അധികാരം കീഴ്പ്പെടുത്തണമെന്ന് ഒരു വാഗ്ദത്തം കൊടുത്തു. എന്നാൽ തൊട്ടടുത്ത തലമുറ കടന്നു വരുമ്പം അവരൊരു ബാബേൽ ഗോപുരം നിർമ്മിക്കുകയും അവർ ആ ബാബേൽ ഗോപുരം നിർമ്മിക്കുമ്പോൾ ദൈവം അത് കണ്ട് അത് അത്രത്തോളം മനോഹരമാണെന്നും വലുതാണെന്നും കണ്ട് അത് പൂർത്തിയാകാതിരിക്കാൻ വേണ്ടി അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചു എന്നാണ് പലരും വായിക്കുക. ഇത് വായിക്കുമ്പോൾ പലർക്കും തോന്നും, ദൈവത്തിന് എന്ത് അസൂയ, മനുഷ്യൻ്റെ ഒരു നിർമ്മിതി കണ്ടിട്ട് സന്തോഷിക്കേണ്ട ദൈവം ഇത് അസൂയപ്പെടുന്നു. അസൂയുള്ള ദൈവമാണോ നമ്മുടെ ദൈവം? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ അസൂയപ്പെടുന്നത്? ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ യാഥാർത്ഥ വശം എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയെ കീഴടക്കാൻ ദൈവം മനുഷ്യനോട് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരിക്കൽ ദൈവം പ്രളയം അയച്ച് ഈ ഭൂമിയെ നശിപ്പിച്ചതിനെ ഭയന്നുകൊണ്ട് മനുഷ്യൻ പറയുകയാണ്, നമുക്ക്
ഒരു ദേശം കെട്ടിപ്പടുക്കാം, ഒരു പട്ടണം ഉണ്ടാക്കാം, ഒരു ഉയർന്ന ഗോപുരം ഉണ്ടാക്കാം. നമ്മൾ ഒരിക്കലും ചിന്നിച്ചിതറാത്ത വണ്ണം പരസ്പരം എവിടെ നിന്നാലും ഈ ഗോപുരത്തെ കണ്ട് ഒരുമിച്ച് കൂടുന്ന തരത്തിൽ ഒരിക്കലും മറ്റു ദേശത്തേക്ക് യാത്ര ചെയ്യാതെ നമുക്ക് ഇവിടെ തന്നെ കെട്ടിക്കെടുക്കാം, ഇവിടെ തന്നെ പാർക്കാം. ഭൂമിയെ കീഴടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ മാത്രമായിരിക്കാം എന്ന് ദൈവീക പദ്ധതിക്കെതിരെ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ അവിടെയാണ് ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കുന്നത്. കാരണം ഒരു ഭാഷയായി കഴിഞ്ഞാൽ ഇവരൊരിക്കലും വിവിധ ദേശങ്ങളിലേക്ക് പോകത്തില്ല, വിവിധ രാജ്യങ്ങളിലേക്ക് പോകത്തില്ല, വിവിധ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ല. ഇവരിവിടെ തന്നെ ചുറ്റിത്തിരിയുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം അവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചു. അവർക്ക് പരസ്പരം ഒരുത്തൻ കല്ലെടുക്കാൻ പറഞ്ഞാൽ മറ്റവൻ ചട്ടി എടുത്തുകൊണ്ട് വരും, അവൻ വേറെ നില. ഇങ്ങനെ ഒരിക്കലും ആ ഗോപുരം പണി പൂർത്തിയാകാത്ത വണ്ണം അവരുടെ ഭാഷകളെ ദൈവം ഭിന്നിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. വിവിധ ഭാഷകളെ അവിടെ ദേശം പല രീതിയിലേക്ക് മറന്നു. നമ്മുടെ ഇന്ത്യ നമ്മൾ നോക്കുക, നമ്മളായിരിക്കുന്ന ദേശം നോക്കുക, എത്ര ഭാഷകളിലുമാണ്. അതായത് ഭാഷയുടെ വൈവിധ്യമാണ് നമ്മുടെ ദേശത്ത്. ഞാൻ പലപ്പോഴും സന്ദർശിക്കാറുള്ള ഞങ്ങളുടെ ഒരു പ്രയർ ഗ്രൂപ്പുള്ള മംഗലാപുരം ദേശത്ത്. മംഗലാപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ വളരെ രസമാണ്. കാരണം ഒരുവൻ ചിലപ്പോൾ തുളു ആയിരിക്കും സംസാരിക്കുക, ഒരു വ്യക്തി കന്നഡയായിരിക്കും സംസാരിക്കുക, മറ്റൊരുവൻ മലയാളമായിരിക്കും, വേറൊരാൾ കൊങ്ങിണി ആയിരിക്കും സംസാരിക്കുക. ഒരു ചെറിയ പ്രദേശത്ത് തന്നെ വളരെയധികം ഭാഷകൾ, പ്രധാനപ്പെട്ട 5 ഭാഷകൾ, തമിഴ് വരെ സംസാരിക്കുന്ന ആളുകളുണ്ട്. പല ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ സ്ഥലം, വളരെ ചെറിയ സ്ഥലം. ഞാൻ അത്ഭുതപ്പെട്ടാണ് ആ സ്ഥലത്ത് നിൽക്കുന്നത്. കാരണം നമുക്ക് ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഇപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാകുക എന്ന്. ഒരു പക്ഷേ പലർക്കും പല ഭാഷകളും വിവിധ ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ളവരാണ് അവിടെ ഉള്ളവരെ. മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, അതൊരു വലിയൊരു ഗുണമാണ്. ഇന്ന് വിവിധ ഭാഷകളിൽ ഉള്ള ആളുകൾ നമ്മൾ ഈ കാണുന്ന ഫ്രീജിയയിലും പാംഫിലിയയിലും ഇസ്രായേൽ എല്ലാ ദേശത്തുമുള്ള സകല ആളുകളും ഒരേ രീതിയിൽ ഈ സുവിശേഷം കേട്ടു. കാരണം സുവിശേഷം അത് ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടണം. ഭാഷയ്ക്ക് അതിനൊരു ബേർഡൻ ആകാൻ പാടില്ല, ഒരു തടസ്സമാകാൻ പാടില്ല. ഭാഷ ഒരു ബ്ലോക്കാവാൻ പാടില്ല. എല്ലാ ദേശത്തുമുള്ളവർ ഈ ഭാഷ സംസാരിക്കണം, ഈ സുവിശേഷം കേൾക്കണം. ഏത് ഭാഷയിലുള്ളവരും കർത്താവിൻ്റെ ഈ വാക്തത്വം, ഈ സന്തോഷ വാർത്ത അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ദേശത്തുമുള്ളവർ കേൾക്കാൻ വേണ്ടി ദൈവം ഒരു ഭാഷാവരത്തെ കൊടുത്തു. വിവിധ ദേശങ്ങളിൽ വിവിധ ഭാഷകളിൽ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഇതാ പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവരെല്ലാം അവരവരുടെ ഭാഷയിൽ കേട്ടു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു കാലത്ത് ഭിന്നിപ്പിച്ച്, അതായത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുന്ന രീതിയിൽ മനുഷ്യൻ ചിന്തിച്ചപ്പം അവരെ ഭാഷകളെ ഭിന്നിപ്പിച്ച് ചിതറിപ്പിച്ച ദൈവം ഇതാ വീണ്ടും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഭാഷകളെ ഒന്നിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിൽ വിവിധ ഭാഷകളെ ഒന്നാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കാണുന്നത്. എത്ര സ്നേഹമുള്ള ദൈവം, എത്ര കരുതലുള്ള ദൈവം. നീ ഏത് ഭാഷക്കാരനായാലും കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് നീ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, ലോകത്തിൻ്റെ അറ്റം വരെ ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, സകല ജനവും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വിശാല ഹൃദയമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. ആ സ്നേഹമുള്ള ദൈവത്തിൻ്റെ കീഴിൽ നമുക്കൊന്നിച്ചായിരിക്കാം, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ലോകത്തിൻ്റെ സമാധാനമായ ക്രിസ്തുവിൻ്റെ സമാധാനത്തോടെ വളരെ വിശാലമായി ഭൂമിയെ കീഴടക്കുവാൻ. അത് ഭാഷ ഒരു പ്രശ്നമാകാതെ ഭാഷാവരത്തിലും ശക്തിയിലും അഗ്നിനാവുകൾ ശിരസിൽ വന്ന് നിൽക്കുന്ന നമ്മുടെ നാവുകളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി ലോകത്തോട് സുവിശേഷം പറയുന്ന ഒരു ക്രിസ്ത്യാനിയായി നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ, നമ്മെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസം അത് അപ്പസ്തോലികമാണ്. അത് അപ്പസ്തോലന്മാരുടെ ഫോളോപ്പ് എന്തായിരുന്നോ അതിനോട് കിടപിടിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന രീതിയാകുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.